ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ മാത്സിന്റെ പാർട്ട് 2 ക്ലാസ് 4ന്റെ പാർട്ട് 2 വന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് എനിക്ക് തോന്നുന്നു 7ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു നോക്കാം കേട്ടോ. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു നോക്കാം. മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലെ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? 7ാമത്തെ ചാപ്റ്റർ ആണ്, പക്ഷെ പാർട്ട് 2ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അയനിമല ഗവൺമെന്റ് LP സ്കൂള് ലേണിംഗ് എയ്ഡ് വർക്ക്ഷോപ്പ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് ടു അയനിമല LP സ്കൂൾ ആർ പ്രിപ്പയറിംഗ് മാത്സ് ബോക്സ്. അപ്പോൾ അവരെന്തുണ്ടാക്കുകയാണ്? മാത്സിന്റെ ഒരു ബോക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലെ ഫസ്റ്റ് സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. മേധാസ് മാത്സ് ബോക്സ്. മേധയുടെ ബോക്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. സീ ദ ടോക്കൺ ബോർഡ് ഇൻ ദ മാത്ത് ബോക്സ് മേധ മേഡ്. അപ്പൊ മേധ മേഡ് ചെയ്ത ബോക്സ് ഒന്ന് നോക്കുക. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര ടോക്കൺ ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര ടോക്കണാണ് ഉള്ളത്? 1 2 3 4 5 6 7 8 ടോക്കൺ ഉണ്ട് അല്ലേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോളം നമുക്കിവിടെ പൂരിപ്പിക്കാനുണ്ട്. കോളത്തിലോട്ട് പോവാം കേട്ടോ. ലുക്ക് അറ്റ് ദ ടോക്കൺ ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ റോ എത്രണ്ണാണുള്ളത്? ഇത് 1ാമത്തെ റോയാണ്, ഇത് 2ാമത്തെ റോയാണ്, ഇത് 3ാമത്തെ റോയാണ്. അപ്പോൾ റോ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് നമ്പർ ആണ് അല്ലേ. 1ാമത്തെ റോയിൽ എത്ര ഉള്ളത്? 8 എണ്ണം ഉണ്ട്. 2ാമത്തെ റോയിലും 8 ആണുള്ളത്. 3ാമത്തെ റോയിലും എത്ര തന്നെയാണുള്ളത്? 8 എണ്ണം ആണ് ഉള്ളത്. ഇനി ടോട്ടൽ റോസ് എന്ന് പറയുന്നത്, ടോട്ടൽ റോസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി എത്ര ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? നമ്പേഴ്സ് ടോട്ടൽ എത്രയാണ്? 8 8 + 8 + 8 ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24 അല്ലെങ്കിൽ 24 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. 3 rows with 8 tokens in each. How many tokens in all? അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? 3 rows ഉണ്ട്. നമുക്കത് പിടിയിട്ടില്ലേ. 3 റോകളാണ് ഉള്ളത്. അതിൽ 8 ടോക്കൺ വീതം വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8 + 8 + 8 ചെയ്താൽ മതി. ഇതിനെ മറ്റൊരു രൂപത്തിലും എഴുതാം. 3 റോ അല്ലേ ഉള്ളത്. അപ്പൊ 3 ഓരോ റോയിലും എത്ര വീതം വന്നേക്കുന്നത്? 8 വീതമാണ്. സോ 3 × 8 എന്ന് എഴുതിയാലും ശരിയാണ്. സോ 3 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്, അല്ലെങ്കിൽ 24 ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ആരെയാ പറഞ്ഞേക്കുന്നത്? മാധവ്സ് മാത്സ് ബോക്സ് ആണ്. മാധവ് മേഡ് എ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടോക്കൺ ബോർഡ്. ഹൗ മെനി ടോക്കൺസ് ആർ ഇൻ ഇറ്റ്? അപ്പം നമ്മുടെ മാധവിൻ്റെ എത്ര ഉള്ളത് നോക്കാം കേട്ടോ. അപ്പൊ മാധവിന്റെ ഒന്ന് നോക്കിക്കേ. മാത്ത് ബോക്സ് എങ്ങനെയാന്ന് നോക്കിക്കേ. കുറച്ച് നീളമുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ എങ്ങനെയാ കൊടുത്തേക്കുന്നത്. അവര് ഓരോ കോളം അല്ലേ. എത്ര കോളം ഉണ്ട് നോക്കിക്കേ. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് 3 + 3 + 3 3. അങ്ങനത്തെ എത്ര ഉണ്ട് നോക്കാം അല്ലെ. 1 ഫസ്റ്റത്തേൽ 3 എണ്ണാണുള്ളത്. 2ാമത്തെ റോയിലും എത്ര എണ്ണാണ്? 3 എണ്ണം. 3ാമത്തെ റോ, 4ാമത്തെ റോ, 5ാമത്തെ റോ, 6ാമത്തെ റോ, 7ാമത്തെ റോ, 8ാമത്തെ റോ. ശരിയല്ലേ. അപ്പൊ അവന് 8 എണ്ണമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 8ലും 3 എണ്ണം വീതമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 8 × 3 എന്ന് എഴുതാം. ശരിയല്ലേ. 8 3 ഉണ്ട്. അതുകൊണ്ട് 8 × 3 എന്ന് എഴുതിയാൽ മതി. ഓരോന്നിലും 3 വീതമാണ് വന്നേക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 rows with 8 tokens in each. അപ്പൊ 3 റോ എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചിട്ടാണ് റോ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് 1ാമത്തെ റോയ്, ഇത് 2ാമത്തെ റോയ്, അതേപോലെ ഇത് 3ാമത്തെ റോയ് കേട്ടോ. അല്ലെ ഇവിടുന്ന് കൊടുത്താലും മതി. 1 2 3 എങ്ങനെയാലും കുഴപ്പമില്ല. അതിൽ 3 റോയ് ആയിട്ടും 8 എണ്ണം ഉണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടോ. അപ്പൊ 3 × 8 3 × 8 എന്ന് പറയുന്നതും എത്ര തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്? അപ്പൊ നമ്മുടെ മാനവ് എന്താ പറഞ്ഞത്? 8 rows with 3 tokens in each. 8 റോ ഉണ്ട്. അതിൽ എത്ര വീതമാണുള്ളത്? ഓരോ റോയിലും 3 എണ്ണം വീതമാണുള്ളത്. അപ്പൊ 8 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിക്കേ. 3 × 8 and 8 × 3 are 24. റൈറ്റ്. ശരിയല്ലേ. 3നെ 8 കൊണ്ട് ഗുണിച്ചാലും 3 × 8 ചെയ്താലും 24 ആണ്. 8 × 3 ചെയ്താലും എത്ര തന്നെയാണ്? 24 അല്ലെങ്കിൽ 24 ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 × 8 8 × 3. ഇത് രണ്ടും എത്ര തന്നെയാണ്? 24 ആണ്, അല്ലെങ്കിൽ 24 ആണ്. ഈ നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. സീ ഹൗ സിനു
സിയു അറേഞ്ച്ഡ് 24 ടോക്കൺസ് ഇൻ യെറ്റ് അനദർ വേ. അപ്പോൾ അടുത്ത ആള് ക്രിയേറ്റ് ചെയ്തതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത നോക്കിക്കേ എങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വണ്ണിൽ അല്ലേ മൂന്ന് ബോക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണിൽ ഇവിടെ 8 ഉണ്ട്, ഇവിടെയും 8 ഉണ്ട്, ഇവിടെയും 8 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എത്ര കോളങ്ങളല്ല 1 2 3 റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ 3 × 8 എന്ന് എഴുതാം അല്ലേ. ഇനി ഇപ്പുറത്തേക്ക് നോക്കിക്കേ ഇതേ സാധനം തന്നെ 8 എണ്ണം ഉള്ളത് എന്ത് ചെയ്തു 4 എണ്ണം വീതമാക്കി. ഇതൊരു ബോക്സ് ഇതൊരു ബോക്സ് ശരിയല്ലേ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് എഴുതാം 2 × 4 എന്ന് എഴുതാം. ഇനി നോക്കിക്കേ ഈ രണ്ടാമത്തെ റോയിൽ കിടന്ന് 8 എണ്ണം ഉള്ളത് എന്താക്കി 4 എണ്ണം വീതം 2 ബോക്സിലാക്കി. സോ 2 × 4. ഇവിടെയും അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് 2 × 4. അങ്ങനത്തെ മീൻ എത്ര റോസാ ഉള്ളത് 1 2 3 റോ ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് എഴുതി 3 × 2 × എന്തെഴുതി 4 എന്ന് എഴുതി. ശരിയാണോ. ഇതെല്ലാം കൂടെ ഗുണിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും 3 × 8 കിട്ടില്ലേ. കിട്ടും അല്ലേ. അപ്പൊ 3 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 24 ആണ്. അപ്പൊ ഇത് ഗുണിച്ചാൽ വരുമോ നോക്കാം. 3 × 2 എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ്. 6 × 4 എന്ന് പറയുന്നത് എത്രയാണ് 24 ആണ്. അങ്ങനെ എഴുതിയാലും എന്ത് കിട്ടും ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ 24 tokens can be arranged like this also, right? അപ്പോൾ നമുക്ക് എന്താ 24 ടോക്കൺസിനെ ഇങ്ങനെയും അറേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ 6 എണ്ണം വീതമുള്ള 4 റോ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ റോയിൽ ഇതിൽ 6 എണ്ണുണ്ട്, ഇത് 1 ഇത് 2 3 4 എന്ന് എടുത്താൽ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ട് 6 എണ്ണം വീതമുണ്ട്. അപ്പം 4 × 6 എന്ന് എഴുതി. ഇതിനൊന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെയാണ് ഇതിനെ നടുവ് വെച്ച് ഭാഗിച്ചു അല്ലേ. 2 റോസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എന്താ അതിനെ വീണ്ടും 1 2 3 4 റോയിലും എത്ര എണ്ണം വീതമാണ് 3 എണ്ണം വീതം. അപ്പൊ എന്ത് എഴുതി 4 × 3 എഴുതി. മെയിൻ 2 എണ്ണം ആക്കി മാറ്റി ദെൻ 4 എണ്ണം ആക്കി വീണ്ടും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താ എഴുതിയേക്കുന്നത് 2 × 4 × 3. 4 × 6 എത്രയാണ് 24 ആണ്. 2 × 4 × 3 3 എത്രയാ 12. 12 × 2 എന്ന് പറയുന്നത് എത്രയാണ് 24 ആണ്. സോ അങ്ങനെയും നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് ഇഫ് there are 4 rows with 8 tokens in each, how many tokens are there in all? അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ 4 റോ ഉണ്ട്, ഓരോ റോയിലും എത്ര എണ്ണം വീതമാണ് 8 ടോക്കൺ വീതമാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് 8 8 8 8 4 റോയിലുള്ള 8 എണ്ണം അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി എങ്ങനെയാ അടുത്ത് എന്താ എഴുതേണ്ടത് എത്ര 8 ഉണ്ടെന്ന് പറഞ്ഞ് 4 8. അപ്പൊ 4 × 8 എന്ന് എഴുതുക. 4 × 8 എന്ന് പറയുന്ന സംഖ്യ എത്രയാണ് 32 ആണ് അല്ലേ. സോ ഇവിടെ എത്ര വരും 32 എന്ന് വരും. 4 × 8 എന്ന് പറയുന്നത് 32 ആണ്. അപ്പൊ ഇവിടെയും എത്ര തന്നെയാണ് 32 ഒന്ന് എഴുതിയിരിക്കുന്ന കേട്ടോ 32 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ 2 വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 4 × 8 അല്ലേ. ആദ്യം മിസ് 2 അതുപോലെ എഴുതി. 2 എന്ത് ചെയ്തു അതുപോലെ എഴുതി. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്ര തന്നെ എഴുതേണ്ടത് 4 തന്നെയാണ്. അടുത്ത സംഖ്യ എത്ര എഴുതുക 4 തന്നെ എഴുതുക. അടുത്തത് നെക്സ്റ്റ് കിടക്കുന്ന സംഖ്യയുടെ പകുതി. നെക്സ്റ്റ് കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. 8ന്റെ പകുതി എത്ര തന്നെയാണ് 4 തന്നെയാണ്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യണം. 32 അല്ലെങ്കിൽ 32 ആൻസർ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാലോ. 2നെ 4 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എത്രയാണ് 8 ആണ്. ഇനി 8 × 4 എന്ന് പറയുന്നത് എത്ര തന്നെയാണ് 32 തന്നെയാണ്. ശരിയല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. ഇനി 4 × 4 എത്രയാണ് 16 ആണ്. 16 × 2 ചെയ്താലും കിട്ടും എത്ര തന്നെയാണ്. ഓക്കെ. അപ്പൊ ആൻസർ എത്ര കിട്ടും എന്ന് പറഞ്ഞേ വാട്ട് അബൌട്ട് 6 rows with 8 token in each എന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ. ഇത് ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. 8 × 6 ചെയ്താൽ മതി. അപ്പൊ 8 × 6 എന്ന് പറയുന്നത് എത്രയാണ് 48 ആണ് അല്ലെ. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. സോ ഇവിടെ മിസ് ആൻസർ 48 ആദ്യം അങ്ങോട്ട് കൊടുത്തു. ഇനി ഇവിടെ പ്ലസ് ചെയ്ത സംഖ്യ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 48ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി 32 മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ 48 - 32 ചെയ്ത് നോക്കുക. അപ്പൊ 6 1. അപ്പൊ ഇവിടെ എത്ര വരിക 16 എന്ന് വരും അല്ലെ. പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇനി അത് 2 വെച്ച് അറേഞ്ച് ചെയ്താൽ എങ്ങനെയാ വരിക 2. ഇനി 6 അതുപോലെ എഴുതുക. 6 എഴുതി. 8ന്റെ പകുതി എത്രയാണ് 4 ആണ്. ഇനി കിട്ടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി 2 × 6 എന്ന് പറയുന്നത് എത്രയാണ് 12 ആണ്. 12 × 4 ചെയ്താൽ 48 കിട്ടണം. അപ്പൊ 4 × 2 എത്രയാണ് 8 ആണ്. 4 × 1 എത്രയാണ് 4 ആണ്. സോ ആൻസർ എത്ര കിട്ടുന്നുണ്ട് 48 കിട്ടുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ്
സി ശ്രവ്യ ടോക്കൺ ബോർഡ്. അപ്പം അടുത്തത് നമ്മുടെ ശ്രവ്യയുടെ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹൗ മെനി ടോക്കൺസ് ആർ ദർ ഇൻ ദ പിക്ചർ? ഇവിടെ എത്ര ടോക്കൺസ് ഉണ്ട് എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. 12 columns with 8 tokens in each. അപ്പോൾ ഇവിടെ എത്ര കോളംസ് ഉണ്ട്? 12 കോളം അല്ലെങ്കിൽ 12 കോളം ഉണ്ട്. ഓരോ കോളത്തിലും എത്ര എണ്ണം വീതം വന്നേക്കുന്നത്? 8 എണ്ണം വീതം. ഇതൊന്ന്, ഇത് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ശരിയാണോ? നെക്സ്റ്റ് അടുത്ത് എന്താ കൊടുത്തേക്കുന്നത്? ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് 12 columns into 10 and 2. 12 columns into എന്താ പറഞ്ഞേക്കുന്നത്? 10 and 2. 12 കോളം ഉണ്ടല്ലോ. ഈ 12 കോളത്തെ നമുക്ക് 10ഉം 2ഉമായിട്ട് ഡിവൈഡ് ചെയ്യാം. 10ഉം പിന്നെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യാം? 2ഉമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇത്രയും 10 വരും. ബാക്കിയുള്ളത് 2 കോളമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ടോക്കൺസ് ഇൻ ദ ലാർജ് റെക്ടാങ്കിൾ. അപ്പോൾ വലിയ റെക്ടാങ്കിളിന്റെ കാര്യമാണ്. അപ്പോൾ 10 എണ്ണമുള്ള വലിയ റെക്ടാങ്കിളിന്റെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ടോക്കൺസ് ഇൻ എ കോളം. ഒരു കോളത്തിൽ എത്ര ടോക്കൺ ഉണ്ട്? എത്ര എണ്ണം ഉള്ളത്? നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എത്ര 8 എണ്ണമാണ് ഉള്ളത് അല്ലേ? ജസ്റ്റ് ഒന്നുകൂടെ കൗണ്ട് ചെയ്യണോ? 8 എണ്ണാണോ എന്നുള്ളത് ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം മിസ്സേ. ഓക്കെ, നോക്കിക്കോ. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 1 2 3 4 5 6 7 8 കേട്ടോ. അപ്പൊ എത്ര ഉണ്ട്? 8 ടോക്കൺസ് ഉണ്ട്. നമ്പർ ഓഫ് കോളം. കോളത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ ടോട്ടൽ എങ്ങനെ കാണും? 8 × 10. 8 × 10 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. 8നെ 1 കൊണ്ട് ഇൻഡു ചെയ്യുക. 8നെ 1 കൊണ്ട് ഇൻഡു ചെയ്താൽ എത്രയാണ്? 8 തന്നെയാണ്. പിന്നെ 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് ടോക്കൺസ് ഇൻ എ കോളം. അപ്പൊ എത്ര ടോക്കൺ അല്ലേ എന്ന് പറഞ്ഞേ? അടുത്തതിലും 8 എണ്ണം തന്നെയല്ലേ ഉള്ളത്. നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി എങ്ങനെയാ ആൻസർ കിട്ടുന്നത്? 8 × 2 അല്ലേ? അപ്പൊ എത്രയാ? 16 ആണ്. ടേബിൾ നന്നായിട്ട് അറിയണം കേട്ടോ മക്കളെ, എന്നാലേ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് ഓൺ ദ ബോർഡ്. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞേ? 10 × 8ഉം അതേപോലെ 2 × അപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 × 8 ആണ് അല്ലേ? അപ്പൊ 80ഉം 16ഓടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 96. സിമ്പിൾ ആയിട്ട് കിട്ടൂലേ? വി ക്യാൻ കാൽക്കുലേറ്റ് വിതൗട്ട് ടോക്കൺ ലൈക്ക് ദിസ്. അപ്പൊ വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ 12 കോളം അല്ലേ? 12 എന്നുള്ളത് 10ഉം 2ഉം ആക്കി എടുത്തു. ഇനി ഓരോ കോളത്തിലുള്ള ടോക്കണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 8 ആയിരുന്നു അല്ലെ? ഇനി 10നെ 8 കൊണ്ട് ഗുണിക്കുക. 10 × 8 എന്ന് പറയുന്നത് 80 ആണ്. ഈ 2നെ 8 കൊണ്ട് ഗുണിക്കുക. 2 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഇത് തമ്മിൽ പ്ലസ് ചെയ്താലും എത്ര ആൻസർ കിട്ടും? 96 എന്ന ആൻസർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. ടു കമ്പ്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? To compute 11 × 8, we need only add the number got by multiplying 10 by 8 and number got by multiplying 2 by 8. 10 × 8 ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 2 × 8 ചെയ്തിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി അല്ലേ? നമ്മൾ മുകളിൽ ചെയ്ത സാധനം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവേ. ഫസ്റ്റ് വണ് 10 × 5 കൊടുത്തിട്ടുണ്ട്. 10 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അതായത് സിമ്പിൾ ആയിട്ട് ചെയ്യണേ. കൊണ്ടുപോയിട്ട് ഗുണിക്കാനൊന്നും നിൽക്കണ്ട. ഗുണിച്ച് മിസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. 10 × 5. 5നോട് 0 ഇൻറ്റു ചെയ്താൽ 0 ആണ്. 5 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ എത്ര വരും? 50 എന്ന് വരും അല്ലെ? ഇനി 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഇത് തമ്മിൽ കൂട്ടണം. 50ഉം അതേപോലെ തന്നെ എന്താണ്? 15ഉം. അപ്പൊ ഇവിടെ മിസ് കൂട്ടി കാണിച്ചു തരാം. 50 പ്ലസ് എത്രയാണ്? 15. 0നോട് 5 കൂട്ടിയാൽ 5 ആണ്. 5നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 6 ആണ്. സോ എത്ര വരും? 65 എന്ന് വരും. പിന്നെ ഈ 10 × 5 ഒക്കെ വരുമ്പോഴല്ലോ നമ്മൾ ഗുണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാം. 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ 5 തന്നെയാണ്. പിന്നെ ഈ 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് 20ഉം 5ഉം. 20ഉം 5ഉം എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 × 5 എത്രയാണ്? 10 ആണ്. പിന്നെ 0 കൂടെ ചേർത്ത് കൊടുക്കുക. 100 എന്ന് കിട്ടി. 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ശരിയല്ലേ? 100നോട് 15 കൂട്ടണം അല്ലെ? അപ്പൊ 100 + 15. അപ്പൊ എത്ര കിട്ടും എന്ന് പറഞ്ഞേ? 100 + എത്രയാണ്? 15. ആൻസർ എത്ര കിട്ടും? 0നോട് 5 കൂട്ടിയാൽ 5 ആണ്. 0നോട് 1 കൂട്ടിയാൽ 1 ആണ്. ഇനി അടുത്ത എത്രയാണ്? 1. അപ്പൊ ആൻസർ എത്രയാണ്? 115. റെഡിയാണോ? ലൈക്ക് ദിസ് റെപ്രസെന്റ്. ഇവിടെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നോട്ട്ബുക്കിലോട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക്
അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം മിസ് ഇതാ ഒരു കോളം ഒക്കെ അവിടെ സെറ്റ് ആക്കുകയാണേ. ഒരു കോളം മിസ് ഇതാ അവിടെ സെറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, കോളം എന്ത് ചെയ്തു, ഇത്രയും മതി അല്ലേ, കോളം സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന സംഖ്യകളൊന്ന് ശ്രദ്ധിക്കുക. സംഖ്യകൾ എത്രയാണ്? 14 ഉണ്ട്, അതേപോലെ 6 ഉണ്ട് അല്ലേ. അപ്പോൾ 6 ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി 14 എന്ന് പറയുന്നത് 10 + 4 ആണ്. അപ്പോൾ മിസ് ഇവിടെ 10ഉം കൊടുത്തു, അതേപോലെ ഇവിടെ എത്ര കൊടുത്തു, 4ഉം കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് 10നെ 6 കൊണ്ട് ഗുണിക്കുക. 10 × 6, അപ്പോൾ 10 × 6 എന്ന് പറയുന്നത് എത്രയാണ്, 60 ആണ്. ഇനി 4നെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 × 6, 6 4 എത്രയാണ്, 24 ആണ്. തമ്മിൽ കൂട്ടുക, 60 + 24. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ, 60 എഴുതി, പ്ലസ് ഇട്ടു, 24 എഴുതി കേട്ടോ. അപ്പൊ 0-നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 4 ആണ്, 6-നോട് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 8 ആണ്. സോ ആൻസർ എത്ര വരും, 84 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ, അടുത്ത എങ്ങനെയാ ചെയ്യുന്നത് ഒന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് ചെയ്യാവേ. ഓക്കെ, ഒറ്റൊന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതോടെ ചെയ്യാവേ. ഓക്കെ, ഒന്നും കൂടെ. അത് ഏതൊക്കെയായിരുന്നു സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 24ഉം 3ഉം ആണ് അല്ലേ. 24ഉം 3ഉം ആണ്. അപ്പൊ 24 എന്ന് പറയുന്നത് 20ഉം 4ഉം ആണ്. ശരിയല്ലേ? ഇവിടെ നമുക്ക് എത്ര എഴുതാം, 3. 24 എന്ന് പറയുന്നത് 20-നോട് 4 കൂട്ടുന്നതാണ്. അതാണ് മിസ് ഇവിടെ 20ഉം 4ഉം എഴുതിയേക്കുന്നത്. ഈ 3 ഈ കോളത്തിന്റെ ഈ ഭാഗത്ത് എഴുതി കേട്ടോ. ആദ്യം 20നെ 3 കൊണ്ട് ഗുണിക്കുക. 20 × 3. ഇനി അടുത്ത് എത്രയാണ്, 4 × 3. ശരിയല്ലേ? ഈ 4നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 20 × 3 എങ്ങനെയാണ് കണക്കാക്കുന്നത്, 2നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 6 ആണ് അല്ലേ. പിന്നെ 0 ചേർത്ത് കൊടുക്കുക. 4 × 3, 3 എത്രയാണ്, 12 ആണ്. സോ 60 പ്ലസ് എത്ര വരും, 12 എന്ന് വരും. കൂട്ടി നോക്കാം, 60 പ്ലസ് 12, 2 എഴുതുക, 7 എഴുതുക. അപ്പൊ ആൻസർ എത്ര കിട്ടുന്നത്, 72. ഇത് മിസ് 20നെ 3 കൊണ്ട് ഗുണിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. 20 × 3 ടേബിൾ നന്നായിട്ട് പഠിക്കണേ, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 3നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ്, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്, 6 ആണ്. സോ എത്ര വരുന്നത്, 60 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. നെക്സ്റ്റ് അടുത്ത കേട്ടോ, ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ 18ഉം 5ഉം കൊടുത്തിട്ടുണ്ട്. 18ഉം 5ഉം 10 + 8 ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, 10 എടുത്തു, പിന്നെ അതുപോലെ എന്തെടുത്തു, 8 എടുത്തു. എന്നിട്ട് എത്ര കൊണ്ട് ഗുണിച്ചു, 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിയല്ലേ? 10നെ ആദ്യം 5 കൊണ്ട് ഗുണിക്കുക, 8നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10 × 5 8 × 5. 10 × 5 50 ആണ്, 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. രണ്ടോട് കൂട്ടുമ്പോൾ എത്ര കിട്ടും, 90. അതേപോലെ 16 ചെയ്യുക കേട്ടോ. 16 എന്ന് പറയുന്നത് നമുക്ക് 10ഉം 6ഉം 5ഉം ഇങ്ങനെ ഒന്ന് ക്ലോസ് ഇട്ട് നോക്കിയാൽ മതി. ആദ്യം 10നെ 5 കൊണ്ട് ഗുണിക്കുക, പിന്നെ എത്രയാണ്, 6നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10 × 5 അതേപോലെ 6 × 5. 10 × 5 എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. 6 × 6 5 എത്രയാണ്, 30 ആണ് അല്ലേ. 6 5 30. രണ്ടൂടെ കൂട്ടി നോക്കിയാലോ, 50 + 30 0. 5 + 3 എന്ന് പറയുന്നത് എത്രയാണ്, 8 എന്ന് വരും അല്ലേ. അപ്പൊ ആൻസർ എത്ര കിട്ടും, 80 എന്ന് കിട്ടും. അടുത്ത് നോക്കിയേ 13. ഇവിടെ കൊടുത്തേക്കുന്ന നമ്പർ ഇതാ ഈ കിടക്കുന്ന നമ്പർ ആയിരിക്കും കേട്ടോ. അവിടെ രണ്ടിടത്തും കൊടുത്തേക്കുന്ന നമ്പർ എത്രയാണ്, 3 ആണ്. സോ ഇവിടെ വരുന്ന നമ്പർ എത്രയായിരിക്കും, 3 ആയിരിക്കും. 13 എന്നുള്ളത് ഏതാ നമ്പർ, 10ഉം 3ഉം ആണ് അല്ലേ. ഇവിടെ 3. ആദ്യം 10ന് 3 കൊണ്ട് വിളിക്കുന്നു, പിന്നെ 3ന് 3 കൊണ്ട് വിളിക്കുന്നു അല്ലേ. അപ്പൊ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ആരാണ്, ഇവിടെ 3 ചേർക്കണം കേട്ടോ. 10 × 3 എന്ന് പറയുന്നത് 30 ആണ്. 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. സോ ആൻസർ എത്ര വരും, 39 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത്, ഇവിടെ ഏതാ നമ്പർ എന്ന് കിടപ്പില്ല, പക്ഷെ കണ്ടുപിടിക്കാം. ഇവിടെ ഈ നമ്പർ 10 ആണ്, ഇവിടെ എത്രയാണ്, 3 ആണ്. സോ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. 10 + 3 എന്ന് പറയുന്നത് എത്രയാണ്, 13 ആണ്. ഇനി നോക്കിക്കേ, 10 × 4 40 ആണ്. ഇനി 3 × 4 4 × 3 അല്ലെങ്കിൽ 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്, 12 ആണ്. കൂട്ടുമ്പോൾ എത്ര വരും, 52 എന്ന് വരും കേട്ടോ. നെക്സ്റ്റ് അടുത്തത് 2 നമ്പറും കൊടുത്തിട്ടില്ല, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 10ഉം 3ഉം ആണ്. സോ ഇവിടെ എത്രയാണ്, 13 ആണ്. നെക്സ്റ്റ് അടുത്ത് രണ്ടിടത്തും കൊടുത്തേക്കുന്ന നമ്പർ എത്രയാണ്, 7 ആണ്. അപ്പൊ ഇവിടെ എത്ര വരിക, 7 ആണ് കേട്ടോ. 10 × 7 എന്ന് പറയുന്നത് 70 ആണ്. 7 × 3 എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ കൂട്ടി നോക്കാം അല്ലെ. 70 + 21. 0-ഓട് 1 കൂട്ടിയാൽ 1 ആണ്. 7-നോട് 2 കൂട്ടിയാൽ എത്രയാണ്, 9 ആണ്. സോ ഇവിടെ എത്ര വരും, 91 എന്ന് വരും കേട്ടോ. നെക്സ്റ്റ് അടുത്തിലേക്ക് കിടക്കാവേ. മൾട്ടിപ്ലിക്കേഷൻ ഈസ് സോ ഈസി. ശരിയാണ് അല്ലേ, വളരെ ഈസിയാണ്. Can you calculate 15 +
30. അപ്പോൾ 15 + 13 എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? 10ഉം അതേപോലെ 5ഉം പിന്നെ 13 താഴെ കൊടുക്കുക, എന്നിട്ട് ക്രോസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് മിസ്സിൻ്റെതായ ഒരു മെത്തേഡാണ്, ഇങ്ങനെ ഒരു മെത്തേഡ് ഒന്നും ഇല്ല. മിസ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. 10 × 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യം 3നെ 1 കൊണ്ട് ഗുണിക്കുക, 3 ആണ്. എത്ര 0 ഉണ്ട്? 2 0 ഉള്ളതുകൊണ്ട് 2 0 ചേർത്ത് കൊടുക്കുക കേട്ടോ. മിസ് ഒന്ന് ഗുണിച്ച് കാണിക്കാം. 10 × 30, 0ത്തെ മുകളിലുള്ള 2 പേരെ കൊണ്ട് ഗുണിക്കുക അല്ലെ. 0 × 0 0 ആണ്, 0 × 1 0 ആണ്, 3 × 0 0 ആണ്, 3 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്, 0 0 3. അപ്പോൾ എത്രയാ? 300 കേട്ടോ. ഇനി 5 × 30, 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 15 ആണ്, 0 ചേർത്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി തമ്മിൽ കൂട്ടി നോക്കാലോ. 300 + 150, 0ത്തോട് 0 കൂട്ടിയാൽ 0 ആണ്, 0ത്തോട് 5 കൂട്ടിയാൽ എത്രയാണ്? 5 ആണ്, 3 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ എത്ര ആൻസർ വരും? 450 എന്ന് ആൻസർ വരും. ഓക്കെ, ഇനി മറ്റൊരു വേ ആണ് പറഞ്ഞേക്കുന്നത്. 15 × 3 എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. 15 × 3 ചെയ്യാലോ. 3 × 5 15 ആണ്, ശിഷ്ടം 1 ആണ് അല്ലെ. 3 × 1 3 തന്നെയാണ്, ഒന്നുകൂടെ കൂട്ടിയാൽ എത്രയാണ്? 4 ആണ്. സോ അവിടെ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഇനി അടുത്തത്, സോ വാട്ട് ഈസ് ദ 15 × 30? എത്രയാണ്? 4 5 0, 415 ആണ് അല്ലെ. വാട്ട് അബൌട്ട് 14 × 30? 14 × 30 ഞാൻ സിമ്പിൾ ആയിട്ട് കാണാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ. 3 × 4 × 3 ചെയ്യുക. അപ്പോൾ എത്രയാണ്? 12 എന്ന് കിട്ടും. ഇനി എത്ര 0 ഉണ്ടെന്ന് നോക്കിക്കേ. 2 0 ആണ്, 2 0 ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ഇവിടെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 × 3 എത്രയാണ്? 12. 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 1 × 1 1 ആണ്, 2 0 ഉള്ളത് കൊണ്ട് ഇതൊരു 0 ഇതൊരു 0, 2 0 ആണ്, 2 0 ചേർത്ത് കൊടുക്കുക. ഇനി 4 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്, 2 0 ഉണ്ട്, 2 0 ചേർത്ത് കൊടുത്താൽ മതി. ആൻസർ 1200 എന്ന് കിട്ടും. ഓക്കെ, 1200. നെക്സ്റ്റ് അടുത്ത് കേട്ടോ. വാട്ട് ഈസ് 17 × 70? ഓക്കെ, അപ്പം 70 × 70 എങ്ങനെ കാണാം? 7 × 7 എത്രയാണ്? 49 ആണ്. ഇനി 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഇനി അടുത്തത് ഇത് എങ്ങനെ കണ്ടുപിടിക്കും? അതേപോലെ 7ഉം 7 ഗുണിക്കുക. സോ 49. എത്ര 0 ഉണ്ടെന്ന് നോക്കിക്കേ. 2 0. സിമ്പിൾ ആയിട്ട് 4900 എന്ന് കിട്ടും കേട്ടോ. 4900 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് ആലോചിച്ച് ചെയ്യുക കേട്ടോ. ഇത് ഇതേപോലെ നിങ്ങളോട് മനക്കണക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ചെയ്താലോ. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്, ഒരു 0 ആയതുകൊണ്ട് ഒരു 0 ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് 6 4 എത്രയാണ്? 24ഉം ഒരു 0 ചേർത്ത് കൊടുക്കുക. 5 × 3 15 ആണ്, ഒരു 0 ആയതുകൊണ്ട് ഒരു 0 ചേർത്ത് കൊടുക്കുക. ഇനി 40ഉം 40ഉം ആണ് അല്ലേ. 40 40 എങ്ങനെ ചെയ്യുന്നത്? 4 × 4 16 ആണ്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, 0 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 30 × 3 90 കിട്ടും, 60 × 4 240 കിട്ടും, 50 × 3 എന്ന് പറയുന്നത് 150 കിട്ടും, 40 × 40 എന്ന് പറയുന്നത് എത്രയാണ്? 1600 ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് ഫില്ലിംഗ് ദ എംപ്റ്റി സ്പേസ്. ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നോക്കിക്കേ, 3 × 8. അപ്പോൾ ഇത് നമുക്ക് നേരെ തിരിച്ച് എഴുതാം. 8 അതിവിടെ കിടപ്പുണ്ട് അല്ലേ. 8 × 3 കിടപ്പുണ്ട്. ഇനി വേറെ ചെയ്യാം. 12 × 2 അല്ലേ. 12 × 2. ഇനി അടുത്ത ഏതാ? 2 × 12 എഴുതാം. ഇനി 24 കിട്ടുന്ന വേറെ ഏതാ ഉള്ളത്? 1 × 24. സോ 24 × 1 ചെയ്യാം അല്ലേ. ഇനി വേറെ ഏതാ 24 കിട്ടുന്നല്ലേ? 6ഉം 3ഉം അല്ലേ. 6 4 6 3 അല്ല, 6 × 4 6 4 24, 4ഉം 6ഉം സെറ്റ് അല്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നെക്സ്റ്റ് അടുത്തിലേക്ക് പോയാലോ. അടുത്തത് 2 വെച്ച് ഇൻറ്റു ചെയ്ത് എഴുതാനാണ്. നെക്സ്റ്റ് അടുത്ത പെട്ടെന്ന് ചെയ്യാം അല്ലേ. 3 × 8. 3 × 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 3 അതേപോലെ ഇവിടെ അടുത്ത നമ്പർ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് അടുത്ത 4 ആണ്, 24. ഇവിടെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. ഇനി അടുത്ത എത്രയാണ്? 2 × 12 ആണ്. 12ന് എത്രയാ? 2 × 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വരുന്ന നമ്പർ 3 ആണ്. ഈക്വൽ ടു എത്ര കിട്ടും? 24 കിട്ടും കേട്ടോ. ഇനി 2 × എത്രയാ? 12 കൊടുത്തേക്കുന്നത്. ഇപ്പുറത്ത് നമ്പർ കൊടുത്തിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയും 2 ആണ് വരിക, ഇവിടെയും 2 ആണ്. 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. 12 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കി, 4 × 6 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ് അല്ലേ. അപ്പോൾ ഇത് എത്ര എവിടെ ഏതൊക്കെയായിരിക്കും നമ്പർ വരുന്നത്? 2ഉം അതേപോലെ 3ഉം ആണ് വരുന്നത് കേട്ടോ. ഇനി 3 × 12 അടുത്ത
അപ്പൊ അടുത്തത് 3 × 12 ആണ് അല്ലെ. 3 × 12 എത്രയാ വരിക? ആദ്യം നമുക്ക് ആൻസർ എഴുതാം. 36 അല്ലെ. 12നെ 12 × 3 ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പൊ എത്ര വരിക? 36 എന്ന് വരും കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഏതൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞേ. ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് 3യും 3യും അതേപോലെ തന്നെ 4ഉം അറേഞ്ച് ചെയ്യാം കേട്ടോ. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 9 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് കേട്ടോ. ഇനി ഇവിടെ ഒന്ന് മാത്രം ഇവിടെ 6 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഒരു നമ്പർ എന്തായാലും ഈ കിടക്കുന്ന നമ്പർ 3 ആയിരിക്കും. ഇനി ഇടയിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 2 ആണ് കേട്ടോ. ഇതും എത്ര തന്നെ കിട്ടും? 36. കാരണം 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത പാർട്ടുമായിട്ട് ബാക്കി കാര്യങ്ങൾ മിസ് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടാക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻ്റ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.